ഇനി നമുക്ക് വീട്ടിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 100 ഗ്രാം പൊടിച്ച പഞ്ചസാര, 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 40 ml പാല് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 50 ml സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 300 ഗ്രാം മൈദ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിത് 3 ഭാഗമായിട്ട് എടുത്തിട്ടാണ് പരത്തുന്നത്. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുക്കീസ് കട്ടർ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് വേണം ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 150 ഡിഗ്രിയിൽ 30 മുതൽ 35 വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്ത ഉടനെ തന്നെ ഉപയോഗിക്കരുത്. കുറച്ച് നേരം വെച്ചതിന് ശേഷം വേണം, ചൂടൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.